ഡിസൈനുകൾ, ചെറുതും വലുതുമായ 1000 ഡയമണ്ട് ആഭരണങ്ങൾ, വലിയ സെലക്ഷൻ, ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. കോതമംഗലം മണ്ഡലത്തിൽ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയ്ക്ക് വാഹനങ്ങൾ കൈമാറി. ആന്റണി ജോൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാഹനങ്ങൾ വാങ്ങി നൽകിയത്. കോതമംഗലം മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയ്ക്ക് MLA ഫണ്ട് വിനിയോഗിച്ച് വാഹനങ്ങൾ കൈമാറി. വന്യമൃഗശല്യം രൂക്ഷമായ നേര്യമംഗലം, ചെമ്പൻകുഴി, കുട്ടമ്പുഴ, ഉരുളൻതണ്ണി പ്രദേശങ്ങളിൽ വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദ്രുതകർമ്മസേനകൾക്കാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ച് വാഹനങ്ങൾ വാങ്ങി നൽകിയത്. കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേരള നിയമ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് വാഹനങ്ങൾ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സാജു വർഗീസ് IFSന് കൈമാറി. മനുഷ്യ വന്യജീവി സംഘർഷം ഇപ്പോൾ കുറച്ച് രൂക്ഷമാണ്. അടുത്തിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു വലിയ പരിപാടി ഡൽഹി തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. ദക്ഷിണേന്ത്യയിൽ ഇതായിരുന്നു വിഷയം, മനുഷ്യ വന്യജീവി സംഘർഷം. സുപ്രീം കോടതിയിൽ 5 ജഡ്ജിമാരും ദക്ഷിണേന്ത്യയിലെ എല്ലാ ചീഫ് ജസ്റ്റിസുമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേരുന്നതാണ്. അത് ഞാനും പങ്കെടുത്തിരുന്നു. അതിൽ മിക്കവാറും ജഡ്ജിമാരുടെ അഭിപ്രായം മനുഷ്യനുള്ള അവകാശം പോലെ മൃഗങ്ങൾക്ക് അവകാശം ഉണ്ടെന്നുള്ളതാണ്. അതാണ് കോടതിയുടെ ഒരു സമീപനം എന്ന് കൂടി നമ്മൾ കണ്ടുകൊള്ളണം. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ KK ടോമി, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് സൽമ പരീദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ കോതമംഗലം ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ S. മണി, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ KF ഷഹനാസ്, സഞ്ജീവ് കുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ GG സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.